നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവർക്കൊരു കുഞ്ഞ് ജനിക്കട്ടെ. ഈ വീട്ടിൽ അത് ആഘോഷമായിരിക്കും. നോക്കിക്കോ. അതിന്റെ മുൻനിരയിൽ കാണും നന്ദേട്ടനും സന്ദീപും. അപ്പോ അവളുടെ മക്കള് ഞങ്ങൾ എന്തായിരിക്കും വിളിക്കുന്നേ? അമ്മാവന്നോ അങ്കിളെന്നോ? സത്യമാണോ? എന്താ നിന്റെ ഉദ്ദേശം? മരണവെപ്രാളം പിടിച്ച് നീ എങ്ങോട്ടേ ഓടുന്നു? മാറി നിക്ക്. എനിക്ക് അർച്ചനെടുത്തി കാണണം. നീ പോയി എഴുന്നള്ളിച്ച് കൊണ്ടുവന്നായിരിക്കും ഇവളെ, അല്ലേ? അതെ, ഞാൻ തന്നെ വിളിച്ചോണ്ട് വന്നത്. ഇത്രയും നേരമായിട്ട് നിങ്ങൾ ആ മുറിയിലേക്ക് കയറിയില്ലല്ലോ. നിനക്ക് ഭ്രാന്തുണ്ടോ? അസുഖം മാറി ഇവളൊന്ന് കുളിച്ചല്ലേ ഉള്ളൂ. ചിക്കൻ ബോക്സ് ബാധിച്ചു വരുത്തിയാ ആ മുറി കിടക്കുന്നത്. പോയ അസുഖം ഇവക്ക് ഇനിയും തിരിച്ചു വരണം. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഇതും കൂടി ഓർക്കണം രണ്ടുപേരും. എനിക്ക് അസുഖം വന്നപ്പോ എന്നെ രാപ്പകലില്ലാതെ നോക്കിയത് അർച്ചനെടുത്തിയാ. വേറൊരാളെ ഞാൻ അവിടേക്ക് കണ്ടില്ല. വന്നിരുന്നെങ്കിൽ കാണായിരുന്നു. എനിക്കും ചിക്കൻ ബോക്സ് പിടിപെട്ടേനെ. മര്യാദയ്ക്ക് തിരിച്ചു പോ. ആ ഔട്ട് ഹൗസിൽ എങ്ങാനും പോയിരിക്കേ. അർച്ചനെ ആരെങ്കിലും ഹോസ്പിറ്റലാക്കിക്കോളും. നിങ്ങൾക്ക് കണ്ണീ ചൊരയില്ലേ? സ്നേഹിക്ക് അസുഖം വന്നപ്പോ അർച്ചനേട്ടത്തി അതൊന്നും ഓർത്തില്ലല്ലോ. സ്വന്തം ജീവൻ പോലും പണയം വെച്ചല്ലേ സ്നേഹ അർച്ചനേട്ടത്തി നോക്കിയത്. ഇവൾക്ക് അസുഖം വന്നപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ എല്ലാവരോടും പറഞ്ഞു. ആരും കേട്ടില്ല. എന്നിട്ടിപ്പോ എന്തായി? അർച്ചനയ്ക്ക് രോഗം പറഞ്ഞില്ലേ? അർച്ചനെടുത്തിയുടെ രോഗം അവരുടെ തൊലിയുടെ പുറത്താ. നിങ്ങൾക്ക് ചിക്കൻ ബോക്സ് പിടിപെട്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനകത്താ. ഞാനൊരു പാവയല്ല. കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ശേഷി എനിക്കുണ്ട്. എനിക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോഴാ നിങ്ങളുടെയൊക്കെ യഥാർത്ഥ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞത്. ഒരു ദിവസം ഫോണിൽ പോലും ഒന്ന് വിളിച്ചു ചോദിച്ചിട്ടില്ലല്ലോ. ഫോണിൽ കൂടി രോഗം പകരുമെന്ന് ആരെങ്കിലും പറഞ്ഞു കാണും. പാവ അർച്ചനെടുത്തി എനിക്ക് വേണ്ടി എന്ത് കഷ്ടപ്പെട്ടു എന്നറിയോ? രാത്രി ആ പാവ ഒരു ഷീറ്റ് വിരിച്ച് ആ നിലത്ത് കിടന്നാ ഉറങ്ങിയത്. ഞാൻ എന്തൊക്കെ ആ പാവത്തിന് പറഞ്ഞിട്ടുണ്ട്, എത്ര ശത്രുതയോടെ അവരോട് പെരുമാറിയിട്ടുണ്ട്. എന്നിട്ട് അതൊന്നും ഓർക്കാതെ എനിക്ക് വേണ്ടി അവര് കഷ്ടപ്പെട്ടത് ഞാൻ മറക്കില്ല. ഈ പറയുന്ന നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. എന്നിട്ടിപ്പോ അർച്ചനടുത്തേക്ക് അസുഖം വന്നപ്പോ ഞാൻ മാറി നിക്കണോ അല്ലേ? എനിക്ക് സൗകര്യമില്ല. അത് പിന്നെ നിനക്ക് എന്തറിയാം? നിനക്ക് രോഗം വന്നപ്പോ നിന്നെ നോക്കാൻ ഞാൻ അർച്ചനോട് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതും ചെയ്തതൊക്കെ എനിക്കറിയാം. അതിന് എന്നെ കൊണ്ട് ആവർത്തിച്ച് പറയിപ്പിക്കണ്ട. അന്ന് ധനുഷ് നിങ്ങളെ ഫോണിൽ വിളിച്ചപ്പോ നിങ്ങൾ പറഞ്ഞതൊന്നും ആരും കേട്ടില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നേ? കേൾക്കേണ്ടവരത് കേട്ടു, എന്നോട് പറയുകയും ചെയ്തു. മാറി നിക്ക്, മാറി നിക്കാൻ. കഷ്ടം. ധനുഷിന്റെ ജീവിതത്തിൽ നിന്ന് ഇവളെ പറിച്ചു മാറ്റാൻ സമയമായി. താൻ പറഞ്ഞ സത്യമാണ്. അവന് സ്നേഹയോട് ശരിക്കും സ്നേഹമുണ്ടോ? നമ്മൾ ആരും വിചാരിക്കാത്ത അടുപ്പവും സ്നേഹമൊക്കെ അവര് തമ്മിലുണ്ട്. അപ്പോ അവളുടെ സെലക്ഷൻ തെറ്റിയില്ല. തെരഞ്ഞെടുത്ത വഴി തെറ്റിപ്പോയിന്നേ ഉള്ളൂ. ആള് കറക്റ്റായിരുന്നു. അവളുടെ ജീവിതം സന്തോഷകരമായി കണ്ടാൽ മതിയായിരുന്നു. എന്നിട്ട് അവള് തന്നോട് പിന്നെ എന്തൊക്കെ പറഞ്ഞു? അയ്യടാ, അങ്ങനെ ഇപ്പൊ കേട്ട് ചോദിക്കണ്ട. അറിയണമെങ്കിലേ അനിയത്തിയോട് നേരിട്ട് ചോദിച്ചാ മതി. അത് വേണ്ട. ഞാൻ നേരിട്ട് ചോദിച്ചാ ആ ഗൗരവം അങ്ങ് പോവും. ജീവിതത്തിനോട് രണ്ടുപേർക്കും ആഗ്രഹവും വാശിയും ഒക്കെ കൂടട്ടെ. എന്നിട്ട് സന്തോഷമായി അവർ ജീവിക്കട്ടെ. അത് കാണുമ്പോഴല്ലേ നമുക്ക് സന്തോഷം. ഓഹോ, അപ്പോ പെങ്ങളോട് ആങ്ങളുടെ ഉള്ളിൽ ഇത്രയ്ക്ക് സ്നേഹമൊക്കെ ഉണ്ട്. പിന്നില്ലാതെ. അവൾ എന്റെ അനിയത്തിയല്ലേ?
അല്ലെങ്കിലും അവൾ സെലക്ട് ചെയ്യുന്നൊന്നും തെറ്റില്ല. ആഹാ, ഇപ്പൊ അങ്ങനെയായോ? പിന്നെ എന്തിനായിരുന്നു ആങ്ങളമാര് 3 പേരും കൂടി ഇവിടെ കിടന്ന് ഈ ബഹളം എല്ലാം വെച്ചത്? അത് ഞങ്ങള് മാത്രമല്ലല്ലോ. അവളുടെ കല്യാണത്തിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് താനും കൂടിയല്ലേ? അത് പിന്നെ ആരും അറിയാതൊരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരന്റെ കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ തുടങ്ങിയ നമ്മൾ എന്താ ചെയ്യാ? ആരായാലും അതിനെ എതിർക്കും. ഞാനും അത് മാത്രമേ ചെയ്തുള്ളൂ. ഇനി നന്ദേട്ടന്റെ സന്ദീപിന്റെ മനസ്സിൽ നിന്ന് അവളോടുള്ള ദേഷ്യം മാറ്റണം. അതൊക്കെ മാറിക്കോളും. അവർക്കൊരു കുഞ്ഞ് ജനിക്കട്ടെ. ഈ വീട്ടിൽ അത് ആഘോഷമായിരിക്കും. നോക്കിക്കോ. അതിന്റെ മുൻനിരയിൽ കാണും നന്ദേട്ടനും സന്ദീപും. അപ്പോ അവളുടെ മക്കള് ഞങ്ങൾ എന്തായിരിക്കും വിളിക്കുന്നേ? അമ്മാവാന്നോ അങ്കിളെന്നോ? എന്റെ പൊന്നേ, പറഞ്ഞു ഞാനങ്ങ് തിരിച്ചെടുത്തു. സച്ചേട്ടന്റെ ഒരു കാര്യം. ഈ സച്ചേട്ടന്റെ ഒരു കാര്യം. അതെ, ഇന്നത്തെ സന്തോഷത്തിന്റെ കോട്ട കഴിഞ്ഞു. എനിക്ക് നല്ല ദാഹമുണ്ട്. സച്ചേട്ടൻ പോയിട്ടെ കുറച്ച് ജ്യൂസ് എടുത്തോണ്ട് തരുമോ? ഓ, അതിനെന്താ, ഞാൻ എടുത്തോണ്ട് വരാം. ആഹാ, നീയോ? നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നീ കുളിച്ചായിരുന്നോ? മരുന്നൊക്കെ കഴിച്ചില്ലേ? അതൊക്കെ ചെയ്തു. കുറച്ചുനേരം ഏട്ടത്തിയുടെ അടുത്ത് ഇരിക്കാനാ ഇങ്ങോട്ട് വന്നേ. അതൊന്നും വേണ്ട. നിന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല. നീ പോയി വിശ്രമിക്ക്. എന്റെ അടുത്ത് സച്ചേട്ടൻ ഇരുന്നോളൂ. ഞങ്ങളിപ്പോ നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എല്ലാം ഞാൻ കേട്ടു ഏട്ടത്തി. ഏട്ടന്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ ഉണ്ടല്ലോ. അത് മതി. ഏട്ടന്മാരായ അങ്ങനെയാ. അഹങ്കാരം കാണിച്ച അനിയത്തിയാണെന്നൊന്നും നോക്കില്ല. നല്ല വീക്ക് വെച്ചേരും. പക്ഷേ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കുകയും ചെയ്യും. നീ എന്തിനെങ്ങനെ വെളിയിറങ്ങി നടക്കുന്നേ? ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങി നടന്നാ പോരെ? എന്തിനാ മോളെ നീ കരയുന്നേ? വിഷമിക്കണ്ട. താമസിയാതെ അച്ഛൻ നിങ്ങളെ 2 പേരെയും ഈ വീട്ടിലേക്ക് വിളിക്കും. ഔട്ട് ഹൗസിൽ താമസിക്കുന്നത് ചെറിയൊരു ശിക്ഷയായിട്ട് കരുതിയാൽ മതി. എനിക്കൊന്നും വേണമെന്നില്ല ഏട്ടത്തി. ഏട്ടത്തിയുടെ അസുഖം ഭേദമായി കണ്ടാൽ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.